iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത PYQന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോഡ് ബിയറിംഗ് പാർട്ടീഷൻ വോൾ ഈസ് കോൾഡ് ടു ബി. ലോഡ് ബിയറിംഗ് ആയിട്ടുള്ള പാർട്ടീഷൻ വോൾ, അതായത് പാർട്ടീഷൻ വോൾ ലോഡ് എടുക്കുകയാണെങ്കിൽ അതിനെ എന്താണ് പറയുന്നത് നോക്കാം. ഓപ്ഷൻസ്: എക്സ്റ്റേണൽ വോൾ, ഇന്റേണൽ വോൾ, ഡിവൈഡ് വോൾ, പാനൽ വോൾ. അപ്പോൾ ലോഡ് ബിയറിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടീഷൻ വോളിനെ പറയുന്നത് ഇന്റേണൽ വോൾ എന്നാണ്. Next question, inclined or splayed surface on the abutment which is prepared to receive the arch and from which the arch springs are called. അപ്പം ആർച്ചിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അബട്ട്മെന്റിലേക്ക് ആർച്ചിനെ റിസീവ് ചെയ്യുന്ന ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പ്ലേഡ് ആയിട്ടുള്ള ഒരു സർഫസിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻസ് നോക്കാം. ഇൻട്രഡോസ്, വൂസിയേഴ്സ്, സ്കൂബാക്ക് ആൻഡ് സ്പാൻഡ്രൽ. അപ്പം നമ്മുടെ ആർച്ചിൽ നമ്മുടെ അബട്ട്മെന്റിനകത്തേക്ക് ആർച്ചിനെ റിസീവ് ചെയ്യുന്ന ഇൻക്ലൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പ്ലേഡ് സർഫസിനെ പറയുന്ന പേരാണ് സ്ക്യൂബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആർച്ചിനകത്ത് കുറേ ടേംസ് ഉണ്ട്. ആ ടേംസ് എല്ലാം മാറി മാറി ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ടേംസ് എല്ലാം ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇതാണ് ഒരു ആർച്ച് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താണ് ഇതാണ് എന്തെന്ന് പറയുന്ന ആർച്ചിൻ്റെ എൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ എൻഡ് സപ്പോർട്ടുകളെ പറയുന്ന പേരാണ് അബട്ട്മെന്റ്സ്. അപ്പം ഒന്നിൽ കൂടുതൽ ആർച്ച് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ഒരു ആർച്ചാണ്, ഇത് വേറൊരു ആർച്ചാണ്. അപ്പം ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ആർച്ചുകൾ വരുവാണെങ്കിൽ ഈ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന സപ്പോർട്ടിനെ പറയുന്ന പേരാണ് പിയർ എന്ന് പറയുന്നത്. ഇപ്പം ഒരാർച്ചേ ഉള്ളായിരുന്നു, ഈ ഒരു ആർച്ചേ ഉള്ളെങ്കിൽ ഇതും എന്തായിരിക്കും? അതിൻ്റെ അബട്ട്മെന്റ് ആയിരിക്കും. ഒന്നിൽ കൂടുതൽ ആർച്ച് വരുവാണെങ്കിൽ അത് ആർക്കേഡാണ്. ആ ആർക്കേഡിനകത്ത് ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന സപ്പോർട്ട് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പിയർ എന്ന് പറയുന്നത്. ഇനി ആർച്ചിനകത്ത് എന്താണ്? ഒരു ഔട്ടർ കർവും ഉണ്ട്, ഒരു ഇന്നർ കർവും ഉണ്ട്. ഈ ഔട്ടർ കർവിനെ പറയുന്ന പേരാണ് എക്സ്ട്രഡോസ്, ഇന്നർ കർവിനെ പറയുന്ന പേരാണ് ഇൻട്രഡോസ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മാറി ചോദിക്കാറുണ്ട്. ഔട്ടർ കർവാണ് എക്സ്ട്രഡോസ്, എക്സ്റ്റേണൽ ആയിട്ടുള്ളത് എന്താണ്? എക്സ്ട്രഡോസ് ആയിരിക്കും. ഇന്നർ ആയിട്ടുള്ളത് എന്താണ്? ഇൻട്രഡോസ് ആണ്. അപ്പോൾ ഇൻട്രഡോസ് പഠിക്കുമ്പോൾ ഒരു ടേമും കൂടെ നമുക്ക് പഠിക്കാം, സോഫിറ്റ്. ഈ ഇന്നർ കർവ് ആണ് ഇൻട്രഡോസ് എങ്കിൽ ഇന്നർ സർഫസിനെ പറയുന്ന പേരാണ് സോഫിറ്റ് എന്ന് പറയുന്നത്. കൺഫ്യൂസ്ഡ് ആവരുത്. ഇന്നർ കർവ് ഇൻട്രഡോസ് ആണെങ്കിൽ ഇന്നർ സർഫസ് ആണ് സോഫിറ്റ്. പിന്നെ നമ്മുടെ ആർച്ച് ഫോം ചെയ്തേക്കുന്ന ഈ വെഡ്ജ് ഷേപ്പിലുള്ള സ്റ്റോണിൻ്റെയോ ബ്രിക്കിൻ്റെയോ ഒക്കെ ബ്ലോക്കുകളെ പറയുന്ന പേരാണ് വൂസിയേഴ്സ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ ആർച്ചിനകത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ക്രൗൺ. ഈ ക്രൗണിൽ ഇരിക്കുന്ന വൂസിയറിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? കീ സ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ്. അപ്പം നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്ക്യൂബാക്ക് ആണ്. ഈ ഓപ്ഷൻസിനകത്ത് നമ്മൾ ഇൻട്രഡോസ് പറഞ്ഞു, വൂസിയേഴ്സ് പറഞ്ഞു. അടുത്ത സ്പാൻഡ്രൽ എന്താണെന്ന് നോക്കാം. സ്പാൻഡ്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്രൗൺ ഉണ്ടല്ലോ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ക്രൗൺ ഉണ്ട്, ഈ ഒരു പോർഷനും അതുപോലെ തന്നെ ഇതെന്താണ്? നമ്മുടെ എക്സ്ട്രഡോസിൻ്റെ പാർട്ടാണ്. ഈ എക്സ്ട്രഡോസും തമ്മിൽ നമ്മൾ ഈ ക്രൗൺ പോർഷനിൽ നിന്ന് നമ്മളൊരു ടാൻജൻറ്റ് വരയ്ക്കുവാണെങ്കിൽ ആ ടാൻജൻറ്റും നമ്മുടെ എക്സ്ട്രഡോസും തമ്മിൽ ഫോം ചെയ്യുന്ന ഒരു ഇറഗുലർ ആയിട്ടുള്ളൊരു ട്രയാങ്കുലർ പോർഷനെ പറയുന്ന പേരാണ് സ്പാൻഡ്രൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ആർച്ചിനകത്ത് വരുന്ന ടേംസ്. അത് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ടേംസ് എല്ലാം കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കി വെക്കണം. ഈ സ്ക്യൂബാക്കിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ആണ് സ്ക്യൂബാക്ക്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, triangular upper part of the wall formed at the end of a pitched roof is known as. അപ്പോൾ റൂഫിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ? ട്രയാങ്കുലർ അപ്പർ പാർട്ട് ഓഫ് ദ വോൾ, നമ്മുടെ വോളിന് മുകളിലേക്കുള്ള ഒരു ട്രയാങ്കുലർ അപ്പർ പാർട്ട്. ഓക്കെ, എന്താണ്? റൂഫിൻ്റെ എഡ്ജിലായിട്ട് അല്ലെങ്കിൽ റൂഫിൻ്റെ എൻഡിലായിട്ട് ഒരു പിച്ച്ഡ് റൂഫ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലോപ്ഡ് ആയിട്ടുള്ള റൂഫിൻ്റെ എൻഡിൽ വോളിൻ്റെ മുകളിലായിട്ടുള്ള അപ്പർ പാർട്ടിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിനെ പറയുന്ന പേര് ഓപ്ഷൻസ് നോക്കാം. ഗേബിൾ, ഈവ്, വാലി, ഹിബ്ഡൻറ്റ്. അപ്പം നമ്മുടെ വോളിൻ്റെ മുകളിലുള്ള ട്രയാങ്കുലർ പാർട്ട് ഓഫ് ദി പിച്ച്ഡ് റൂഫിനെ പറയുന്ന പേരാണ് ഗേബിൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ റൂഫിൻ്റെയും കുറച്ച് ടേംസ് പഠിക്കാം. റൂഫ്, ആർച്ച്, സ്റ്റെയർ, ഇതിൻ്റെ എല്ലാം ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതാണ് നമ്മുടെ വോൾ എന്ന് പറയുന്നത്. വോളിൻ്റെ മുകളിലേക്കുള്ള അപ്പർ പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? ഗേബിൾ. ഈ പോർഷനാണ് എന്തെന്ന് പറയുന്നത്? ഗേബിൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ
ഒരു പിച്ച്ഡ് റൂഫാണ് കേട്ടോ, ഒരു സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു റൂഫിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്, ഫ്ലാറ്റ് റൂഫ് അല്ല. ഈ പിച്ച്ഡ് റൂഫിനകത്ത് മെയിൻ ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ആണ് പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയുന്നത്. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പർ ആണ് എന്ത് പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയുന്നത്. ആ പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹൊറിസോണ്ടൽ ആയിട്ട് പെർലിൻസ് പ്രൊവൈഡ് ചെയ്യും. ആ പെർലിൻസിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻ്റർമീഡിയറ്റ് റാഫ്റ്ററുകളാണ് എന്ത് കോമൺ റാഫ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ്? പ്രിൻസിപ്പൽ റാഫ്റ്റർ ഉണ്ട്, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പറാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, പെർലിൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, കോമൺ റാഫ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കോമൺ റാഫ്റ്റർ എന്ന് പറയുന്നതും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു മെമ്പറാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ബാറ്റൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, റൂഫ് കവറിങ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഏറ്റവും എന്താണ് ടോപ്പ് ലൈനെ പറയുന്ന പേരാണ് റിഡ്ജ് ലൈൻ അല്ലെങ്കിൽ റിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ്. ഈ എൻഡിനെ പറയുന്നത് എന്താണ്, ട്രയാങ്കുലർ പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഗേബിൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താണ് ഈ റൂഫിൻ്റെ ഈ ലോവർ എഡ്ജിലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈവ്സ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ്. ഇതെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, vertical member which is placed at the end of the flight to connect the end of the strings and handrail. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്റ്റെയറിൽ നിന്ന് വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? വെർട്ടിക്കൽ മെമ്പർ വിച്ച് ഇസ് പ്ലേസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫ്ലൈറ്റ്. ഒരു ഫ്ലൈറ്റിന്റെ എൻഡിൽ നമ്മൾ കൊടുക്കുന്ന ഒരു വെർട്ടിക്കൽ മെമ്പർ ആണ്. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സീരീസ് ഓഫ് സ്റ്റെപ്പുകൾ, കുറേ സ്റ്റെപ്പുകളെ ഇങ്ങനെ അടുക്കി കൊടുത്തേക്കുന്നതാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്ത് വരത്തില്ല, ലാൻഡിങ് വരത്തില്ല. ലാൻഡിങ് ഇല്ലാതെ സീരീസ് ഓഫ് സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ആ ഫ്ലൈറ്റിന്റെ എൻഡിലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു വെർട്ടിക്കൽ മെമ്പർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? സ്ട്രിങ്ങിനെയും ഹാൻഡ് റെയിലിനെയും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ മെമ്പറിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ആ മെമ്പറിന്റെ പേരാണ് എന്ത്, ന്യൂവൽ പോസ്റ്റ്. ഓപ്ഷൻസിനകത്ത് എന്തൊക്കെയുണ്ട്, ബാലസ്റ്റർ, ബാലസ്ട്രേറ്റ്, ന്യൂവൽ പോസ്റ്റ്, ഗോയിങ്. അപ്പം നമ്മുടെ ഫ്ലൈറ്റിന്റെ എൻഡിലായിട്ട് സ്ട്രിങ്ങിനെയും ഹാൻഡ് റെയിലിനെയും കൂടെ കണക്ട് ചെയ്യാൻ കൊടുത്തേക്കുന്ന വെർട്ടിക്കൽ മെമ്പർ ആണ് ന്യൂവൽ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇതിനകത്തും സ്റ്റെയറിനകത്തും കുറേ ടേംസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ സ്ട്രിങ്ങിനെയും ഹാൻഡ് റെയിലിനെയും കൂടെ കണക്ട് ചെയ്യാനാന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ സ്റ്റെപ്പുകളെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പർ ആണ് എന്തെന്ന് പറയുന്നത്, സ്ട്രിങ് എന്ന് പറയുന്നത്. ആ സ്ട്രിങ്ങിനകത്തേക്കാണ് നമ്മൾ ഈ സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതാണ് ഹാൻഡ് റെയിൽ. നമ്മൾ പിടിച്ച് കയറുന്നത് ഹാൻഡ് റെയിലിനകത്തായിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു ഫ്ലൈറ്റിന്റെ എൻഡിൽ കൊടുക്കുന്ന വെർട്ടിക്കൽ മെമ്പർ ആണ് എന്തെന്ന് പറയുന്നത്, ന്യൂവൽ പോസ്റ്റ്. ഒരു ഫ്ലൈറ്റിന്റെ എൻഡിൽ കൊടുക്കുന്നതാണ് ന്യൂവൽ പോസ്റ്റ്, വെർട്ടിക്കൽ മെമ്പർ ആണ്. അതുപോലെ തന്നെ ഈ ബാലസ്റ്റർ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, വെർട്ടിക്കൽ ആയിട്ടുള്ള മെമ്പർ തന്നെയാണ്. എന്തിനാണ് കൊടുക്കുന്നത്, ഈ ഹാൻഡ് റെയിലിനെയും ഈ സ്ട്രിങ്ങിനെയും കൂടെ കണക്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന വെർട്ടിക്കൽ മെമ്പേഴ്സ് തന്നെയാണ് ബാലസ്റ്റർ. അപ്പോൾ ബാലസ്റ്ററും ന്യൂവൽ പോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ബാലസ്റ്റർ നമ്മൾ ആ ഹാൻഡ് റെയിലിൽ ത്രൂ ഔട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ന്യൂവൽ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലൈറ്റിന്റെ എൻഡിൽ മാത്രം കൊടുക്കുന്ന ഒരു വെർട്ടിക്കൽ മെമ്പർ ആണ്. ഓക്കെ, പിന്നെ ബാലസ്ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പം ഈ ഹാൻഡ് റെയിലിന്റെയും ഈ ബാലസ്റ്ററിനെയും കൂടെ ചേർത്ത് ഒരു ഫ്രെയിം വർക്ക് പറയുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബാലസ്ട്രേഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ള ഇതിനകത്ത് ത്രെഡ്, റൈസർ ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇതിന്റെ എന്താണ് കോഡൽ പ്രൊവിഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു സ്റ്റെപ്പിനകത്തേക്ക് കാല് വെക്കുന്ന ആ ഒരു ഹൊറിസോണ്ടൽ പോർഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ആയിട്ടുള്ള മെമ്പർ, രണ്ട് ത്രെഡുകളെ കണക്ട് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ മെമ്പറിനെ പറയുന്ന പേരാണ് റൈസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിനകത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ്. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരുന്നു, ന്യൂവൽ പോസ്റ്റ് ആയിരുന്നു. അതിനകത്ത് നമ്മൾ ബാലസ്റ്റർ പറഞ്ഞു, സ്ട്രിങ്ങിനെയും ഹാൻഡ് റെയിലിനെയും കൂടെ കണക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ മെമ്പറാണ് ബാലസ്റ്റർ. അതിനെ മൊത്തത്തിൽ നമ്മൾ ആ ഒരു ഫ്രെയിം വർക്കിനെ പറയുന്ന പേരാണ് ബാലസ്ട്രേഡ്. പിന്നെ നമുക്ക് ഗോയിങ് ഉണ്ട്, അതായത് രണ്ട് റൈസിൻ്റെ ഇടയ്ക്കായിട്ടുള്ള എന്താണ് ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഗോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next question, wooden pieces which are placed horizontally on principal rafter to carry the common rafter are known as. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ ഇതിനകത്തെ ക്വസ്റ്റ്യൻ ആണിത്, റൂഫിനകത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കോമൺ റാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ റാഫ്റ്ററിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുന്ന, ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്ത് കൊടുക്കുന്ന വുഡൻ മെമ്പേഴ്സിൻ്റെ പേര് അല്ലെങ്കിൽ വുഡൻ പീസസിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം പലർക്കും ഇതിൻ്റെ ആൻസർ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും അല്ലേ, ഓൾറെഡി നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ബാറ്റൻസ്, ക്ലീറ്റ്,
പെർലിൻസ്, നൺ ഓഫ് ദിസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? പെർലിൻസ് ആണ്. അപ്പോൾ നമ്മളൊരു പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പർ ആണല്ലോ പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന മെമ്പേഴ്സ് ആണ് പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഹൊറിസോണ്ടലി പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? പെർലിൻസ് എന്ന് പറയുന്നത്. എന്തിനാണ് പെർലിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? കോമൺ ഡ്രാഫ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പെർലിൻസ് നമ്മളിങ്ങനെ ഒരു ഇൻക്ലൈൻഡ് മെമ്പറിന്റെ മുകളിലേക്ക് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ഒരു മെമ്പർ വെക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അത് സ്ലിപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ പെർലിൻസ് സ്ലിപ്പ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ വുഡൻ പീസസ് വെച്ച് അതിനെ കണക്ട് ചെയ്യാറുണ്ട്. ആ പീസസിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ക്ലീറ്റ് എന്ന് പറയുന്നത്. ഇനി ബാറ്റൻസ് എന്താന്ന് നോക്കാം. ഈ പെർലിൻസ് നമ്മൾ പ്ലേസ് ചെയ്തു, അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻക്ലൈൻഡ് ആയിട്ട് പിന്നെയും നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ കോമൺ ഡ്രാഫ്റ്റേഴ്സ് പ്ലേസ് ചെയ്യും. അതിന്റെ മുകളിലായിട്ട് റൂഫ് കവറിംഗ് മെറ്റീരിയലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ മെമ്പർ ആണ് എന്തെന്ന് പറയുന്നത്? ബാറ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ടേംസ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഡെഫിനിഷൻസ് മനസ്സിലാക്കി വെക്കണം, അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും എന്താണ് ഓപ്ഷൻസിനകത്ത് വരുമ്പം. ഇപ്പോൾ റൂഫ് കവറിംഗ് മെറ്റീരിയലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെമ്പർ എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഓപ്ഷൻസിനകത്ത് ബാറ്റൻസ് ഇല്ലെങ്കിൽ ഏതായിരിക്കും? കോമൺ ഡ്രാഫ്റ്റർ കൊടുക്കാം അല്ലേ? ബാറ്റൻസ് ഉണ്ടെങ്കിൽ ഏതായിരിക്കും കൊടുക്കേണ്ടത്? ബാറ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പം ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? നമ്മൾ കോമൺ ഡ്രാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററിന്റെ മുകളിൽ ഹൊറിസോണ്ടലി കൊടുക്കുന്ന മെമ്പർ ഏതാണ്? പെർലിൻസ് ആണ്. Okay. Next question. Bearing of the lintel should be a minimum of. ലിൻഡലിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലിൻഡലിന്റെ മിനിമം ബിയറിംഗ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. 10 cm ഹൈറ്റ് ഓഫ് ദ ലിൻഡൽ, 1/10 to 1/12 ഓഫ് ദ സ്പാൻ ഓഫ് ദ ലിൻഡൽ, ഓൾ ഓഫ് ദി എബോവ്. അപ്പം നമ്മൾ ആദ്യം ലിൻഡൽ എന്താണെന്ന് നോക്കാം അല്ലേ? എന്തെങ്കിലും ഒരു ഓപ്പണിംഗ്, ഇപ്പം ഒരു വിൻഡോ അല്ലെങ്കിൽ ഒരു ഡോറ് പോലെ ഒരു ഓപ്പണിങ്ങിന്റെ മുകളിൽ അതിന്റെ മുകളിൽ നിന്ന് വരുന്ന എന്താണ് ലോഡിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്ന മെമ്പറാണ്, ഹൊറിസോണ്ടൽ മെമ്പറാണ് എന്തെന്ന് പറയുന്നത്? ലിൻഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ലിൻഡലിന്റെ ബിയറിംഗ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിൻഡലിന്റെ ബിയറിംഗ് ഈ 3 വാല്യൂസിനകത്തും മിനിമം വാല്യൂ ആയിരിക്കും നമുക്ക് എന്തായിട്ട് എടുക്കുന്നത്? ബിയറിംഗ് ഓഫ് ദി ലിൻഡൽ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ബിയറിംഗ് ഓഫ് ദി ലിൻഡൽ എന്ന് പറഞ്ഞാൽ എന്താവും? 10 cm ഹൈറ്റ് ഓഫ് ദി ലിൻഡൽ, 1/10 to 1/12 ഓഫ് ദ സ്പാൻ ഓഫ് ദ ലിൻഡൽ. ഇതിന്റെ മിനിമം വാല്യൂ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ബിയറിംഗ് ഓഫ് ദ ലിൻഡൽ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The minimum stripping time of soffit formwork to beams, props to be refixed immediately after removal of formwork. ഓപ്ഷൻസ് 3 days, 7 days, 14 days and 21 days. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്ട്രിപ്പിംഗ് ടൈം അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് പീരീഡിൻ്റെ ഒരു ടേബിൾ പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ് അത്. അതിനകത്ത് കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ ബീംസിനകത്ത്, സോഫിറ്റ് ഫോംവർക്ക് ടു ബീംസിനകത്ത് മിനിമം സ്ട്രിപ്പിംഗ് പീരീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 7 days ആണ്. പ്രോപ്സ് ടു ബി റീഫിക്സ്ഡ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ റിമൂവൽ ഓഫ് ഫോംവർക്ക് എന്നൊരു കണ്ടീഷൻ കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് പല കണ്ടീഷൻസ് ഉണ്ട് നമുക്ക്. അതിനകത്ത് ബീംസ് ആണ്, ബീംസ് ഉണ്ട്, സ്ലാബ് ഉണ്ട്. അതിനകത്ത് ബീംസിനകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഫോംവർക്ക് എന്താണ്? നമ്മളിപ്പോൾ ഒരു വോള്, ഒരു കോളം, ഒരു ബീം, അങ്ങനെയൊക്കെ ഒരു സ്ട്രക്ചർ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫോംവർക്ക് കൊടുത്തിട്ട് അതിനകത്തേക്കായിരിക്കും നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺക്രീറ്റ് ഹാർഡൻ ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആ ഫോംവർക്ക് റിമൂവ് ചെയ്യാം. അതായത് ആ ഫോംവർക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഓരോ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷനാണ്, അതായത് എത്ര ദിവസം കഴിഞ്ഞ് നമുക്ക് ഫോംവർക്ക് റിമൂവ് ചെയ്യാം എന്നുള്ള കണ്ടീഷൻസ് ആണ് ഇവിടെ പറയുന്നത്. അതിനകത്ത് ബീമിനകത്ത് നമ്മൾ ഈ ഫോംവർക്ക് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ എന്താണ്? പ്രോപ്സ് റീഫിക്സ് ചെയ്യും. ആ കണ്ടീഷനാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആ കണ്ടീഷനിൽ എത്രയായിരിക്കും സ്ട്രിപ്പിംഗ് പീരീഡ് എന്ന് പറയുന്നത്? 7 days ആണ്. അപ്പം നമുക്ക് ഈ ടേബിൾ ഒന്ന് നോക്കാം. ഈ ടേബിൾ കാണാതെ പഠിക്കണം. ഈ ടേബിളിനകത്ത് കണ്ടീഷനാണ് നമ്മളോട് ചോദിച്ചത്. അതായത് ഈ കണ്ടീഷനാണ് നമ്മളോട് ചോദിച്ചത്. സോഫിറ്റ് ഫോംവർക്ക് ടു ബീം, പ്രോപ്സ് ലെഫ്റ്റ് അണ്ടർ. അതായത് പ്രോപ്സ് നമ്മൾ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ റീഫിക്സ് ചെയ്തു. അപ്പം 7 days ആണ്. ഇതെല്ലാം പറഞ്ഞേക്കുന്നത്, ഈ സ്ട്രിപ്പിംഗ് ടൈം എല്ലാം പറഞ്ഞേക്കുന്നത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്, OPCയുടെ എന്താണ് കേസാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, OPC യൂസ് ചെയ്യുമ്പോൾ ഉള്ള കണ്ടീഷനാണ് ഈ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. വെർട്ടിക്കൽ ഫോംവർക്ക് ടു കോളം, വോൾ, ബീംസ്. ഇപ്പൊ കോളം, വോള്, ബീമിന്റെ ഒക്കെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഫ്രെയിം വർക്ക് ആണ് വരുന്നതെങ്കിൽ അതിന്റെ സ്ട്രിപ്പിംഗ് പീരീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 16 to 24 hours ആണ് വരുന്നത്.
രണ്ടാമത്തത് സോഫിറ്റ് ഫോം വർക്ക് ടു സ്ലാബ്. സ്ലാബിന്റെ കേസാണ് പറയുന്നത്. അതിനകത്തും നമ്മൾ ഈ ഫോം വർക്ക് റിമൂവ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോബ്സ് റീഫിക്സ് ചെയ്യുവാണ്. അങ്ങനെയുള്ള കണ്ടീഷൻ ആണെങ്കിൽ എന്താണ് സ്ട്രിപ്പിംഗ് ടൈം ഫോർ ദ സ്ലാബ് എന്ന് പറയുന്നത് 3 days ആയിരിക്കും. ബീംസിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു 7 days ആണ്. ഇനി അടുത്ത 2 കണ്ടീഷൻ വരുന്നത് പ്രോബ്സ് ടു സ്ലാബ് ആണ്. അതിനകത്തും 2 കണ്ടീഷൻസ് വരുന്നുണ്ട്. അതായത് പ്രോബ്സ് ടു സ്ലാബിൽ തന്നെ അപ് ടു 4.5 മീറ്റർ സ്പാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രിപ്പിംഗ് ടൈം എന്ന് പറയുന്നത് 7 days ആയിരിക്കും. 4.5 മീറ്ററിൽ കൂടുതലാണ് സ്പാൻ വരുന്നതെങ്കിൽ അവിടെ സ്ട്രിപ്പിംഗ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്, 14 days ആയിരിക്കും. ബീംസിന്റെ കേസ്, ബീംസ് ആൻഡ് ആർച്ചസിന്റെ ഒക്കെ കേസസ് വരുവാണെങ്കിൽ സ്പാൻ എന്ന് പറയുന്നത് അപ് ടു 6 മീറ്റർ ആണ് വരുന്നതെങ്കിൽ 14 days ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 6 മീറ്റർ ആണ് വരുന്നതെങ്കിൽ 21 days ആയിരിക്കും വരുന്നത്. ഇത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് കേസാണ് പറയുന്നത്. അതർ ദാൻ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ആണെങ്കിൽ എന്താണ് വാല്യൂസിനകത്ത് വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ സ്ലാബ് സോഫിറ്റ് ഫോം വർക്ക് ടു സ്ലാബ് ആണ് വരുന്നതെങ്കിൽ 3 days മാറിയിട്ട് എന്തായി മാറും, 7 days ആയിട്ട് മാറും. പിന്നെ ബീമിന്റെ കേസിലാണ് വരുന്നതെങ്കിൽ 7 days മാറിയിട്ട് ഇവിടെ 10 days ആയിട്ടും മാറും. ഓക്കെ, അതർ ദാൻ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്, അത് നോട്ട് ചെയ്യണം. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് കേസാണ് ഇത് പറയുന്നത്. അതർ ദാൻ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ആണെങ്കിൽ ഈ വാല്യൂസിനകത്തും ഈ ഒരു വാല്യൂവിനകത്തും വ്യത്യാസമുണ്ട് കേട്ടോ. ഇത്രയും വാല്യൂസിനകത്തേ ഉള്ളൂ വ്യത്യാസം, ബാക്കിയെല്ലാം ഇതുപോലെ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8ാമത്തെ ക്വസ്റ്റ്യൻ, വെർട്ടിക്കൽ മെമ്പർ ഓഫ് ദ സ്കഫോൾഡിംഗ് ഫ്രെയിംവർക്ക് സപ്പോർട്ടഡ് ഓൺ ദ ഗ്രൗണ്ട് ഓർ എംബഡഡ് ഇൻ ടു ദ ഗ്രൗണ്ട്. അപ്പൊ സ്കഫോൾഡിങ്ങിൽ നിന്നുള്ളൊരു എന്താണ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ട്രാൻസംസ്, പുട്ട്ലോക്സ്, ലെഡ്ജസ്, സ്റ്റാൻഡേർഡ്സ്. ഈ സ്കഫോൾഡിങ്ങിനകത്ത് വെർട്ടിക്കൽ ആയിട്ടുള്ള മെമ്പർ, അതായത് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന വെർട്ടിക്കൽ മെമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ സ്കഫോൾഡിങ്ങിന്റെ കമ്പോണൻസ് ആണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. ഇതിനകത്ത് വെർട്ടിക്കൽ മെമ്പർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പം ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കാം. സ്റ്റാൻഡേർഡ്സ് വെർട്ടിക്കൽ മെമ്പർ ആണെങ്കിൽ ഹൊറിസോണ്ടൽ മെമ്പർ ആണ് എന്തെന്ന് പറയുന്നത്, ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ മെമ്പർ. ഓക്കെ, ഇനി അടുത്ത പുട്ട്ലോക്സ് ആൻഡ് ട്രാൻസംസ്. ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ്. നമ്മൾ ട്രാൻസ്ഫേഴ്സ് ആയിട്ട് കൊടുക്കുന്ന മെമ്പേഴ്സ് ആണ് പുട്ട്ലോക്സും ട്രാൻസംസും. എന്താണ് ഡിഫറൻസ് നോക്കാം. പുട്ട്ലോക്സ് ആണെങ്കിൽ പുട്ട്ലോക്കിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് നമ്മൾ ലെഡ്ജറിലേക്കായിരിക്കും കൊടുക്കുന്നത്, മറ്റേ എൻഡ് എന്ന് പറയുന്നത് നമ്മൾ വോളിലായിരിക്കും കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ട്രാൻസം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 2 എൻഡ് നമ്മൾ എവിടേക്കായിരിക്കും കൊടുക്കുന്നത്, ലെഡ്ജേഴ്സിലേക്ക് ആയിരിക്കും കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ മെമ്പർ ആണ്, ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ മെമ്പർ ആണ്, പുട്ട്ലോക്സും ട്രാൻസംസും എന്താണ്, ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ്. ഓക്കെ, next question, independent footings of 2 columns connected by a beam is called. അപ്പോൾ ഫൂട്ടിങ്ങിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2 എന്താണ് കോളംസിനെ, അതായത് 2 കോളത്തിന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫൂട്ടിങ്സിനെ നമ്മളൊരു ബീം ഉപയോഗിച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ എന്താണ് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. കമ്പൈൻഡ് ഫൂട്ടിംഗ്, സ്പ്രെഡ് ഫൂട്ടിംഗ്, സ്ട്രാപ്പ് ഫൂട്ടിംഗ്, മാറ്റ് ഫൂട്ടിംഗ്. ഓക്കെ, മാറ്റ് ഫൗണ്ടേഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്ട്രാപ്പ് ഫൂട്ടിംഗ് ആണ്. നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ കോളം ഉണ്ട്, അതിന് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഫൂട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മളൊരു ബീം വെച്ചിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഈ സ്ട്രാപ്പ് ഒരിക്കലും, കാൻഡിലിവർ ഫൂട്ടിംഗ് എന്നും കൂടെ ഒരു പേരുണ്ട് കേട്ടോ. ഈ സ്ട്രാപ്പ് ഒരിക്കലും ലോഡ് എടുക്കുന്നില്ല, ജസ്റ്റ് നമ്മൾ ആ ഒരു കണക്ട് ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നോക്കാം കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്താണ്. 2 അതിൽ കൂടുതലോ കോളംസ് എന്താണ് അടുത്ത് വരുവാണ്, അല്ലെങ്കിൽ നമ്മുടെ ബൗണ്ടറിയുടെ അടുത്തായിട്ടാണ് കോളം വരുന്നത്. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരുമിച്ച് ഒരു ഫൂട്ടിംഗ് എന്നിട്ട് പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, 2ൽ കൂടുതൽ ഫൂട്ടിങ്സിനെ നമ്മൾ കണക്ട് ചെയ്ത് എന്താണ് കോളംസിനെ നമ്മൾ കണക്ട് ചെയ്ത് ഒരു ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അതാണ് മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് ഈ ഫൂട്ടിങ്ങിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 കോളത്തിനെ ഒരു ബീം വെച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ അതാണ് സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, process of filling up hollow spaces in the solid background before applying the main body of the plaster. പ്ലാസ്റ്ററിങ്ങിനകത്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ മെയിൻ ബോഡി അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആ ഒരു സർഫസിൽ, അതായത് സോളിഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ കുഴികളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ഹോളോ സ്പേസസ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? ഓപ്ഷൻസ് ഡബ്ബിംഗ് കോട്ട്, സ്കിമ്മിംഗ് കോട്ട്, സെറ്റിംഗ് കോട്ട്, അണ്ടർ കോട്ട്. അങ്ങനെ നമ്മൾ ഹോളോ സ്പേസസ് ഒക്കെ ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡബ്ബിംഗ് കോട്ട്. അപ്പം നമുക്ക് ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കാം. ഈ എന്താണ് സ്കിമ്മിംഗ് കോട്ട്, സെറ്റിംഗ് കോട്ട്, അണ്ടർ കോട്ട്. അപ്പം നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് 3 കോട്ടാണുള്ളത്. അതിൻ്റെ ഫസ്റ്റ് കോട്ടിനെ പറയുന്ന പേരാണ് റെൻഡറിങ് കോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, റെൻഡറിങ് കോട്ട് എന്ന് പറയുന്നത്.
ഫസ്റ്റ് കോട്ടാണ് റെൻഡറിങ് കോട്ട്. സെക്കൻഡ് കോട്ടിനെ പറയുന്ന പേരാണ് ഇന്റർമീഡിയറ്റ് കോട്ട്, അല്ലെങ്കിൽ എന്താണ് ഫ്ലോട്ടിംഗ് കോട്ട് എന്നും പറയാറുണ്ട്. ഇന്റർമീഡിയറ്റ് കോട്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കോട്ടിനെ പറയുന്ന പേരാണ് സെറ്റിംഗ് കോട്ട് അല്ലെങ്കിൽ സ്കിമ്മിങ് കോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ എന്താണ് ഈ അണ്ടർ കോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് കോട്ടായിട്ടുള്ള റെൻഡറിങ് കോട്ടാണ്. സെക്കൻഡ് കോട്ടാണ് ഇന്റർമീഡിയറ്റ് കോട്ട് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് കോട്ട് എന്ന് പറയുന്നത്. തേർഡ് കോട്ടാണ് സെറ്റിംഗ് കോട്ട് അല്ലെങ്കിൽ സ്കിമ്മിങ് കോട്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണാം. താങ്ക്